ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൂട്ടുകാരനോട് പാക്ക് ചെയ്തു നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞ് CS ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലാണല്ലേ എന്ന് രൂപ ചോദിച്ചപ്പോൾ അത് പറയാനുണ്ടോ എന്ന് ഭാര്യയോട് ഭർത്താവ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കിരണും കല്യാണിയും കൂടി തിരിച്ചു വീട്ടിലോട്ട് പോരുന്നത്. ഈ സമയത്ത് നാത്തുവും വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് കല്യാണിയുടെ അമ്മ പറഞ്ഞായിരുന്നു, അമ്മയുടെ മോൻ നല്ലവനായിരുന്നെങ്കിൽ എനിക്കും അവനെ കുട്ടി നിങ്ങൾക്കൊപ്പം വരാമായിരുന്നു എന്ന്. അതൊക്കെ കേട്ടപ്പോൾ കല്യാണിക്ക് വിഷമായിട്ടോ. അപ്പം സോണി വിക്രത്തെക്കുറിച്ച് കാര്യം പറയുന്നത് കേട്ടപ്പം അമ്മ പറഞ്ഞതേ 100 വട്ടം ശരിയാ. അവൻ്റെ സ്വഭാവം നല്ലതായിരുന്നെങ്കിൽ കുഞ്ഞു വളർന്നു വരികയല്ലേ കല്യാണി, അച്ഛൻ ആരാണെന്നൊക്കെ ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ അടുത്ത് ആളെങ്കിലും ഉണ്ടാകുമായിരുന്നില്ലേ എന്നും സോണി ചോദിക്കുക. അത് കേട്ട് കല്യാണിയുടെ ഭാവം മാറിയത് കിരൺ ശ്രദ്ധിച്ചു. ഏട്ടൻ ഡ്രൈവ് ചെയ്യല്ലേ എന്ന് ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു. എന്നാൽ ശരി, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ കിരൺ ചോദിച്ചു കല്യാണിയോട് എന്താണെന്ന്. അപ്പോൾ സോണി പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി കിരൺ ഇങ്ങനെ പറയാം. അപ്പോൾ നമ്മളുടെ സന്തോഷത്തിനിടയിൽ പലപ്പോഴും അവളെ മറന്നു പോകുന്നുണ്ട് കല്യാണി എന്ന് കിരൺ പറയുവാണ്. അപ്പോൾ അവളെ അങ്ങനെ നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല കിരണേട്ട. അവളുടെ ജീവിതത്തിൽ അവളെ നന്നായി സ്നേഹിക്കുന്ന ഒരാൾ അവൾക്ക് കൂട്ടായി വരണമെന്നും കല്യാണി പറയുവാണ്. കിരണേട്ടനെ പോലൊരാൾ അവൾക്ക് കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ എന്നെക്കാളും നല്ലൊരാൾ വേണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്നും അവൾക്ക് നല്ല വിഷമം ഉണ്ടാകുമെന്നും കിരണും പറഞ്ഞു. പിന്നെ പുറമേ അതൊന്നും കാണിക്കാതെ അവളങ്ങനെ ഒതുങ്ങി പോവുകയാണെന്ന് പറഞ്ഞപ്പം അത് കിരണേട്ടൻ പറഞ്ഞത് ശരിയാണെന്ന് കല്യാണി സമ്മതിച്ചു. അവളെപ്പറ്റി ആലോചിച്ചാലേ പിന്നെ അന്നത്തെ ദിവസം പോക്കാണെന്നും പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ കല്യാണിയോട് തൻ്റെ സങ്കടങ്ങൾ പറയുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ആ വിഷയങ്ങളിലേക്ക് കടക്കാതിരിക്കുന്നതെന്നും എന്ത് ചെയ്യണമെന്ന് എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു. ഏതായാലും അവളിങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അച്ഛനും അമ്മയും ഒരുമിച്ച് കഴിഞ്ഞാൽ നീ പറഞ്ഞതുപോലെ അവൾക്കൊരു കൂട്ടുണ്ടാക്കി കൊടുക്കണം എന്ന കാര്യവും കിരൺ ഇങ്ങനെ കല്യാണിയോട് പറഞ്ഞു. അവൾ ആഗ്രഹിക്കുന്നതിനപ്പുറം സ്നേഹം കൊടുക്കുന്ന ഒരാളെ വേണം അവൾക്ക് വേണ്ടി കണ്ടെത്തി കൊടുക്കാനെന്നും. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം കല്യാണിയുടെ മനസ്സങ്ങനെ വല്ലാതെ വേദനിച്ചു കിട്ടോ. അങ്ങനെ ആ ഒരു വേദനയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം കിരണും കല്യാണിയും കൊണ്ട് നേരെ പോകുന്നത് നമ്മുടെ CS-ൻ്റെ വീട്ടിലേക്ക്. അവർ ചെന്ന് കയറിയതും ആ ചേട്ടൻ വന്ന് വാതിൽ തുറക്കുന്നു. തൊട്ട് പിന്നാലെ അച്ഛനും വന്നു. അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ മക്കൾ രണ്ടുപേരും ഒരു കള്ള നോട്ടം നോക്കി ഇങ്ങനെ നിൽക്കുക. ദൈവമേ, നേരത്തെ ഇങ്ങ് എത്തിയോ എന്നൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് അദ്ദേഹം ചിന്തിക്കുക കേട്ടോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും ചോദിച്ച് അദ്ദേഹം വളരെ സന്തോഷത്തോടെ അകത്തേക്ക് കയറി ചെന്നപ്പോൾ എന്താ ഒരിക്കലും ഇല്ലാത്തൊരു സന്തോഷം എന്ന് മകൻ ചോദിച്ചു. എനിക്കൊരു സന്തോഷവും ഇല്ല കേട്ടോ എന്ന് അച്ഛൻ. അച്ഛൻ ശരിക്കും എവിടെ പോയതായിരുന്നെന്ന് മരുമകൾ ചോദിച്ചു. അപ്പോൾ അത് പിന്നെ അതോ അല്ല, ഈ വാലന്റൈൻസ് ഡേ ആയിട്ട് ആരെയാണ് വിളിക്കാൻ പോയതെന്നാണ് ചോദിച്ചതെന്ന് കിരൺ. എനിക്കങ്ങനെ ആരുമായിട്ട് ആഘോഷിക്കാനൊന്നും ഇല്ലെന്ന് നിങ്ങൾക്കറിയില്ലേന്ന് CS അന്നേരം ചോദിച്ചു. പിന്നെ എൻ്റെ ഒരു അമേരിക്കൻ സുഹൃത്ത് വന്നിട്ടുണ്ട്, അയാളെ ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയായിരുന്നു ഞാനെന്നും പറഞ്ഞു. കുറേ നാളായിട്ട് അമേരിക്കൻ സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞാണ് അച്ഛൻ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? എന്താ എടാ മോനെ, എനിക്കുണ്ടല്ലോ അങ്ങനെ ഒരു സുഹൃത്തുണ്ടടാ, അത് സത്യം തന്നെയാണെന്നും പറഞ്ഞ് എന്തായാലും ഒരു ദിവസം ഞാൻ അവനെ പരിചയപ്പെടുത്തി തരും, അതിന് യാതൊരു മാറ്റവും എന്ന് പറഞ്ഞു. അല്ലടാ, രണ്ടാളും വാലന്റൈൻസ് ഡേ ഒക്കെ ആഘോഷിച്ചിട്ട് നേരെ ഇങ്ങോട്ടാണോ വരുന്നതെന്ന് ചോദിച്ചപ്പം ഇങ്ങോട്ട് വന്നാൽ എന്താ, അച്ഛൻ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ച നേരം കല്യാണി, അച്ഛനെന്താ മക്കളെ ഇഷ്ടക്കുറവ്? ഒരിഷ്ടക്കുറവില്ല, ഞാനേ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം, മക്കൾ ഇരിക്കാൻ പറഞ്ഞ് ചേട്ടനോട് ഭക്ഷണം എടുത്തു വയ്ക്കാനും പറഞ്ഞ് ഞങ്ങൾ പോകാൻ തുടങ്ങുന്നു. പിന്നെ ഞങ്ങൾക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്, പിന്നെ കാരണവരെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാ, കാരണവർ ഇവിടെ ഉണ്ടോയെന്ന് അറിയണമല്ലോ, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരെങ്ങനെ ഒരു കളിയാക്കി അങ്ങ് പോയി. അപ്പുറം മാറി ചെന്നിട്ട് കല്യാണിയെ വേഗം തന്നെ കിരൺ ഇങ്ങനെ വിളിച്ചു നിർത്തി അമ്മ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അത് തന്നെയാണ് ഞാനും അങ്ങോട്ട് പറയാൻ വന്ന കിരണേട്ടാ, എന്നെ വീടിനകത്ത് ഇറക്കി വിട്ടാൽ മതി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണിയും കിരണും കൂടെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകണു. അങ്ങനെ ആരും അറിയാതെ അപ്പുറം മാറി നിന്ന് രഹസ്യം പറഞ്ഞിട്ട് ഇവരങ്ങ് പോവുക. ഇതേസമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ കല്യാണി ഇങ്ങനത്തെ നമ്മുടെ രൂപയുടെ വീട്ടിലേക്ക് ചെല്ലുക. അപ്പോൾ യാമിനിയോട് ഓരോ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ചേച്ചി അമ്മയില്ലേന്ന് ചോദിച്ചു. അയ്യോ, പുറത്തൊക്കെ പോയിട്ട് അമ്മ ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു യാമിനി. ഇന്നലെ അമ്മ ഇവിടെ ഇല്ലായിരുന്നല്ലേ എന്ന് ചോദിച്ചു. ഇന്നലെ ഏതോ കൂട്ടുകാരി വന്നെന്നോ, പിന്നെ വസ്തുവിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ആരോടോ സംസാരിക്കാൻ പോയി എന്നൊക്കെ പറയുന്നത് കേട്ടോ എന്ന് പറഞ്ഞു യാമിനി ചേച്ചി. അപ്പോഴേക്കും നമ്മുടെ രൂപ അങ്ങോട്ടേക്ക് വന്നേ. രൂപ അങ്ങ് വന്നപ്പോഴേക്കും ഒരു കള്ള നോട്ടമൊക്കെ ആയിട്ട് കല്യാണി ഇങ്ങനെ നിൽക്കുന്ന രൂപ ഒരു ചിരിയൊക്കെ ചിരിച്ചടുത്തേക്ക് ചെന്നു. അപ്പോൾ എന്താ അമ്മ ഇന്നലെ എവിടെ പോയതായിരുന്നു എന്ന് ചോദിച്ചു. എനിക്ക് തീരെ വയ്യായിരുന്നു മോളെ, എനിക്ക് ആകെ പ്രഷറൊക്കെ ലോ ആയിട്ടേ ആകെ വല്ലാണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ, പക്ഷേ യാമിനി ചേച്ചി അങ്ങനെയല്ലല്ലോ പറഞ്ഞതെന്ന് കല്യാണി. കൂട്ടുകാരെ ആരെയോ കാണാൻ പോയെന്നാണല്ലോ പറഞ്ഞത്. അയ്യോ, അത് പിന്നെ നിങ്ങളെ ആരെയും വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ നമ്മുടെ രൂപ. ആയിക്കോട്ടെ
എന്നിട്ട് മേഡം തന്നെ ഇപ്പോൾ സത്യം പറഞ്ഞു കളഞ്ഞല്ലോ എന്ന് യാമിനി അന്നേരം പറഞ്ഞു. എന്തൊക്കെയോ കള്ളക്കളികളുണ്ടല്ലോ എന്ന് കല്യാണി ഇങ്ങനെ എന്നിട്ട് അവിടെ നിന്ന് ചിന്തിക്കുവാണേ. ഇന്നലെ അച്ഛനും വീട്ടിലുണ്ടായിരുന്നില്ല. അമേരിക്കയിൽ നിന്ന് ആരോ ഫ്രണ്ട് വന്നിട്ടുണ്ട്, കാണാൻ പോയെന്നൊക്കെയാ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നു. അച്ഛൻ ഇന്നലെ അമ്മയെങ്ങാനും കണ്ടായിരുന്നോ? കണ്ടില്ലല്ലോ അല്ലേ? ഞാനിങ്ങനെ കാണാനാണെന്ന് രൂപ അന്നേരം ചോദിച്ചു. വാ, അമ്മ ഏത് ഹോസ്പിറ്റലായിരുന്നു കിടന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കല്യാണി ചോദിക്കുമ്പോഴത്തേക്കും രൂപ കിടന്ന് ഉരുണ്ട് കളിക്കുക. അപ്പോഴേക്കും കല്യാണിക്ക് കാര്യങ്ങൾ മനസ്സിലായി. എന്തായാലും ശരി അമ്മേ, ഞാനിതൊക്കെ അറിയാൻ വേണ്ടി വന്നതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. കല്യാണി ഇങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മോൾക്കൊക്കെ എന്തോ സംശയമുണ്ട്, സംശയം തീർക്കാൻ വന്നതാണെന്ന് രൂപ യാമിനിയോട് പറഞ്ഞു. അപ്പോൾ യാമിനി പറഞ്ഞു, എനിക്കും അങ്ങനെ തന്നെ തോന്നി മേഡമെന്ന്. ഏതായാലും ഞാൻ ആ ഹോസ്പിറ്റലിലേക്കൊന്ന് വിളിക്കട്ടെ, കാര്യങ്ങളൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് ചെല്ലുക. അത് കഴിഞ്ഞ് രൂപയോട് സംസാരിച്ച് കല്യാണി നേരെ പോകുന്നത് കിരണിൻ്റെ അടുത്തേക്ക്. കിരണിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്നും അപ്പം നമ്മളെ കഴുതകളാക്കിയിട്ട് അച്ഛനും അമ്മയും കൂടെ അടിച്ചു പൊളിക്കുകയാണോ എന്ന് കിരൺ അന്നേരം കല്യാണിയോട് ചോദിച്ചു. പിന്നെ നമ്മളെല്ലാവരും ഒന്നിച്ചാൽ അപകടം പിന്നാലെ ഉണ്ടാകും എന്നുള്ളൊരു ചിന്തയും അത് അമ്മയെ അലട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ചെയ്യുന്നതെന്നും പറഞ്ഞു. അതുകൊണ്ട് ഉറപ്പായിട്ടും അവർ പിടിതരില്ലെന്നും. അങ്ങനെ അവർ പിടിതരണ്ട, പക്ഷേ സത്യം നമുക്ക് അറിഞ്ഞല്ലേ പറ്റുമെന്ന് കിരൺ അന്നേരം കല്യാണിയോട് ചോദിച്ചു. ഇപ്പോൾ അച്ഛനും അമ്മയും നമ്മളെ വിളിക്കുന്നതൊക്കെ കുറവാണ്, എന്നാലോ അവരുടെ രണ്ടുപേരുടെ ഫോണ് ഏത് നേരവും എൻഗേജ്ഡാണ് താനും. അതിൻ്റെ കാരണം അതെന്താണെങ്കിലും നമുക്ക് കണ്ടെത്തിയേ പറ്റൂ കല്യാണി. അതിന് അച്ഛനെയല്ല, നമ്മൾ അമ്മയെ പിന്തുടരുകയാണ് വേണ്ടതെന്ന് നമ്മുടെ കിരൺ അന്നേരം പറഞ്ഞു. അച്ഛനെ ആൾ ബുദ്ധിമാനാ, സംശയം തോന്നിക്കഴിഞ്ഞാലേ എങ്ങനെയെങ്കിലും അച്ഛൻ രക്ഷപ്പെടും. അതുകൊണ്ട് നമുക്ക് അമ്മയെ പിന്തുടർന്നാൽ മതി. അമ്മയ്ക്ക് അത്രയ്ക്ക് സാമർഥ്യം ഇല്ലാത്തത് കൊണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കാമെന്നും പറഞ്ഞു. നമുക്ക് നോക്കാം കല്യാണി, ഇതെവിടം വരെ പോകുമെന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ വന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണേ. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് മനുവിനെ. മനു ആണെങ്കിൽ ഇങ്ങനെ സ്വപ്നലോകത്ത് പാറി പറഞ്ഞ് നടക്കുന്ന സമയത്ത് ആരെ കാണിക്കാനാടാ നീ അണിഞ്ഞൊരുങ്ങുന്നതെന്നും ചോദിച്ച് രാഹുൽ അങ്ങോട്ടേക്ക് വന്നു. ഇവിടെ നിന്ന് പോയാലും അടുത്ത ഇരയെ എനിക്ക് തേടണമല്ലോ, അപ്പോൾ പിന്നെ ഗ്ലാമർ സൂക്ഷിക്കണ്ടേന്ന് മനു. അത് നീ എന്തെങ്കിലും ചെയ്തോ, പക്ഷെ സ്വത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് രായ്ക്ക് രാമാനം ഇവിടുന്ന് നീ സ്ഥലം വിട്ടോണമെന്ന് പറഞ്ഞു. അതെ, വലിയ ഭീഷണിയൊന്നും അങ്ങോട്ട് ഇറക്കണ്ട, ഞാനൊരു വാക്കു പറഞ്ഞാലേ അത് പറഞ്ഞതാണെന്ന് രാഹുലിനോട് മനു. നീ പോകുന്നത് 4-5 മാസം കഴിഞ്ഞിട്ടാണെങ്കിലോ പിന്നെ എൻ്റെ മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കളയാൻ പറ്റുമോടാന്ന് ചോദിച്ചപ്പം അപ്പോഴെന്താ അമ്മായച്ചൻ ചെയ്യേണ്ടത്? അതിനു മുൻപ് എൻ്റെ പണം എങ്ങനെയെങ്കിലും എനിക്ക് വാങ്ങിച്ചു തരണം, അതല്ലേ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പം പിന്നെ ഒരു കുഴപ്പമില്ല, ഇല്ലെങ്കിൽ പിന്നെ എല്ലാം ചക്ക കുഴയുന്നത് പോലെ അങ്ങ് കുഴയില്ല അമ്മായിച്ച എന്ന് മനു. ചക്ക പഴുത്തൊക്കെ താഴെ വീണ് ചളങ്ങുന്നത് പോലെ ചളങ്ങുകയും ചെയ്യൂടാ എന്ന് രാഹുൽ മനുവിനോട്. അതെ, നമുക്ക് 2 പേർക്ക് ഒരു ടേംസിൽ പോകുന്നത് നല്ലത്. എത്രയും പെട്ടെന്ന് അവരെ കൊണ്ട് ആ സ്ഥലം വിപ്പിച്ച് കാശിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ റെഡിയാക്കാൻ നോക്കുക. അവരെ ഇടനിലക്കാരെ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത് ഒരു വലിയ സത്യം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പറഞ്ഞ സമയത്ത് നിങ്ങളുടെ മകളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കളയണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കണമെന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞിട്ട് നമ്മുടെ മനു ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഇനിയും മറ്റൊരു പെണ്ണിലൊരു കുഞ്ഞ് അതിൻ്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞു. മഹാഭാവിയായ നിൻ്റെ കുഞ്ഞിനെ എൻ്റെ മോള് പ്രസവിക്കണം എന്നാണോടാ നീ പറയുന്നതെന്ന് ചോദിച്ചു. അതെ, അതൊക്കെ നിങ്ങൾക്ക് വിട്ടിരിക്കുന്ന കാര്യമാണ്, എന്താണെന്ന് വെച്ചാൽ നിങ്ങളതങ്ങ് ചെയ്തോളാൻ പറഞ്ഞു. എന്താടാ നീ പറഞ്ഞത്? ഒരുപാട് കുരുട്ട് ബുദ്ധിയൊക്കെ തലയ്ക്കകത്തുള്ള ആളല്ലേ, എല്ലാവർക്കും കൂടി നിങ്ങളുടെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകാമെന്ന്. അതിനാ ഞാൻ റെഡിയാകുന്നു, കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനു ഇവരെ ചാക്കിലാക്കി അങ്ങോട്ടേക്ക് പോകാൻ നോക്കുക. നമ്മളിവിടെ മാറി നിന്ന കാര്യങ്ങൾ നടക്കില്ലെന്നും അവിടെ ചെന്നാൽ മാത്രമേ സംഭവങ്ങളെല്ലാം നടക്കുള്ളെന്നും മരുമകൻ അമ്മായച്ചനെ പറഞ്ഞ് ധാരണപ്പെടുത്തുന്നു. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യം അവിടെ അങ്ങനെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ശാരിയും അതുപോലെ തന്നെ ഭർത്താവും കൂടി ഇന്ന് സംസാരിക്കാം. ഇനി പ്രോപ്പർട്ടി എല്ലാം വിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോരാൻ പറ്റുള്ളൂ, അങ്ങോട്ടേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴങ്ങോട്ട് സരിയു വരുന്നതേ. സരി വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും കൂടെ നിന്ന് വർത്തമാനം പറയുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് ഇവരുടെ പ്ലാന് എന്നുള്ള രീതിയിൽ സംസാരിക്കുക. അപ്പോൾ ഈ പ്രോപ്പർട്ടി രൂപയെ കൊണ്ട് എല്ലാം വിപ്പിച്ചിട്ട് ആ പൈസ മുഴുവനും മകളുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ മൊത്തത്തിൽ എല്ലാവർക്കും സംശയമാണ്, അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നീക്കണമെന്ന് പറഞ്ഞു. എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ നിങ്ങൾക്കായിരുന്നെങ്കിലേ നിങ്ങളിപ്പം മെൻ്റൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കേണ്ടി വന്നേനെയെന്ന് നേരെ രാഹുൽ പറഞ്ഞു ഭാര്യയോടും മകളോടും. ഇത് കേട്ടപ്പോൾ ആ മാനസികാവസ്ഥ എന്താണെന്ന് അച്ഛൻ ഞങ്ങളോട് തുറന്നു പറയുന്നില്ലല്ലോ, അത് പറയാനും പറ്റത്തില്ല, അതുകൊണ്ടാണ് നിങ്ങളോട് പറയാത്തതെന്ന് രാഹുൽ. ഇതാ എനിക്ക് ദേഷ്യം വരുന്നത്, ഇത് തന്നെയാണ് നിങ്ങളുടെ രോഗമെന്നും പറഞ്ഞ് ശാരി അന്നേരം അവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്നു. അപ്പം നിങ്ങൾ കിടന്ന് കയറ് പൊട്ടിക്കേണ്ട കാര്യമില്ല, രൂപയുടെ വീട്ടിലേക്ക് പോകാൻ റെഡിയാകാൻ പറഞ്ഞിട്ട് രാഹുൽ അങ്ങോട്ടേക്ക് പോയി. അല്ല മോളെ, ഇനി അങ്ങേര് പറയുന്നത് പോലെ നമ്മളറിയാത്ത എന്തെങ്കിലും കാര്യം സംഭവിച്ച് കാണുമെന്ന് രാഹുൽ പോയി കഴിഞ്ഞപ്പോൾ ശാരി മകളോട് ചോദിക്കാം.
എന്തെല്ലാം സംഭവിച്ചാലും ശരി, ആൻറ്റിയുടെ കയ്യിൽ നിന്നും പണമെല്ലാം അടിച്ചു വാങ്ങിയിട്ട് എനിക്ക് എൻ്റെ മനുവേട്ടൻ്റെ ഒപ്പം അമേരിക്കയിലേക്ക് പോകണമെന്ന് തന്നെ സരയും. ഓഹ് എന്നും പറഞ്ഞ് ശാരി. പിന്നെ ഇവിടെ എന്ത് സംഭവിച്ചാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലാന്നും. ദേ പോകുമ്പോൾ ഞങ്ങളെയും കൂടി കൂട്ടാൻ മറക്കരുത് കേട്ടോ എന്ന അമ്മ മകളോട്. അച്ഛൻ്റെ സ്വഭാവം മാറ്റിയില്ലെങ്കിലേ അച്ഛനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നും മകള്. ഉഹ് അങ്ങനെ അച്ഛൻ വന്നില്ലെങ്കിലേ അമ്മയ്ക്ക് അച്ഛന് കൂട്ടായിട്ട് ഇവിടെ നിൽക്കേണ്ടി വരുമെന്നും മകള്. എനിക്കറിയായിരുന്നടി, ഇത് തന്നെയാണ് സംഭവിക്കുള്ളൂ എന്ന് എനിക്കറിയായിരുന്നടി എന്നൊക്കെ പറഞ്ഞ് അന്നേരം അമ്മയും മോളും കൂടെ ഉടക്ക്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രൂപയാട്ടോ. രൂപ ഇങ്ങനെ റെഡിയായി സുന്ദരിയായിട്ട് ഒരിക്കലും ഇല്ലാത്ത പോലെ അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് യാമിനി അങ്ങോട്ടേക്ക് വന്ന് ഈ ഒരുക്കത്തെ പറ്റിയൊക്കെ ചോദിച്ചു. കുറേ നേരമായി മേഡം ഒരുങ്ങാൻ തുടങ്ങിയിട്ട്. ദേ അവിടെ ഒരാൾ ഇതുപോലെ ഒരുങ്ങായിരിക്കുമല്ലേ എന്നൊക്കെ ഇങ്ങനെ അന്നേരം യാമിനി ചോദിച്ചു. ഇപ്പോൾ വാലന്റൈൻസ് ഡേക്ക് രണ്ടുപേരും പോയിട്ട് വന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ എന്ത് ചെയ്യാനാ യാമിനി, അന്നത്തെ ദിവസം ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഒന്ന് ഇരിക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ എന്ന് രൂപ അന്നേരം പറഞ്ഞു. ഒന്നിച്ച് ഫുഡ് കഴിക്കാനോ ഒന്നിനും കഴിഞ്ഞില്ല. പിന്നെ എന്നെ കൊണ്ടുപോയത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ആ അമേരിക്കക്കാരനെ കാണിക്കാനാണ്. അതൊന്നും നടന്നില്ല. അപ്പോൾ അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി തന്നെയാണ് അവിടെ നിന്ന് വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അവിടെ കോളിംഗ് ബെൽ അടിച്ചു. അതാരായിരിക്കും? ചിലപ്പോൾ കല്യാണി മോളായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് രൂപ നേരെ ചെന്ന് വാതിൽ തുറക്കുക. വാതിൽ തുറന്നപ്പോൾ കാണുന്നത് ഈ ഭൂതങ്ങളെല്ലാം കൂടെ വന്നിങ്ങനെ നിൽക്കുന്നതാണ്. ആ സമയത്ത് നമ്മുടെ യാമിനി ചെന്ന് വാതിൽ തുറന്നു. അപ്പോൾ യാമിനിയോട് ഇവർ ചൂടാകുന്നു. എൻ്റെ പൊന്ന് രൂപേ എന്നും പറഞ്ഞുകൊണ്ട് കയറി വരിക. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കല്യാണി യാമിനിയോട് പറയുന്നുണ്ടോ? യാമിനി പൊയ്ക്കോ എന്നും പറഞ്ഞുകൊണ്ട് യാമിനിയെ പറഞ്ഞു വിടുവാണ് രൂപ. അന്നേരം ഇവളെ ഇവിടെ നിർത്തരുത് കേട്ടോ ആൻറ്റി എന്നും പറഞ്ഞ് സരയു പറഞ്ഞപ്പം സാരമില്ല മോളെ, അവളെ കൊണ്ട് മറ്റ് ശല്യമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് രൂപയും പറഞ്ഞു. ദേ രൂപേ, ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ താമസിക്കാനാണ് വന്നത്. ആ നേരത്തെ ഇവളെ പോലെ ഇവിടെ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ദേ ഇതിനു മുൻപ് നമ്മളിവിടെ താമസിക്കുമ്പോൾ ജോലിക്കാരിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. വീട് തൂത്ത് വരാനും അല്ലെങ്കിൽ മുറ്റുപടിക്കാനും ഒരു സ്ത്രീ വരുമെന്നുള്ളതല്ലാതെ വേറെ ആരും ഇവിടെ വന്നിട്ടില്ലല്ലോ. ആ വിഷയമൊക്കെ നമുക്ക് വിടാം. എന്നെ നന്നായി നോക്കുകയും സെർവ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളെ പെട്ടെന്ന് പറഞ്ഞു വിടാൻ മനസ്സൊന്നും എനിക്ക് വരില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ആൻറ്റി പറഞ്ഞത് ശരിയാ, നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണമെന്ന് മനു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നിൽക്കുവാണേ. എന്തു പറഞ്ഞാലും ആൻറ്റിയെ സപ്പോർട്ട് ചെയ്യാനുണ്ടല്ലോ ഒരാളിവിടെ എന്ന സരയുവിൻ്റെ വക ഒരു കോംപ്ലിമെൻറ്റ്. അത് പിന്നെ മനുമോനെ രൂപയെന്ന് വെച്ചാൽ ജീവനല്ലേ, അതുകൊണ്ടാണെന്ന് ശാരി. നീ പുറത്തോട്ടോ മറ്റോ പോകുന്നുണ്ടെങ്കിൽ പോയിട്ട് വരാൻ പറഞ്ഞു നേരം രാഹുൽ. എനിക്ക് ക്ഷേത്രത്തിലേക്കൊന്ന് പോകണമായിരുന്നു എന്ന് പറഞ്ഞു നമ്മുടെ രൂപ. എന്നാൽ പിന്നെ നിങ്ങളിരിക്കും, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അതെന്തൊരു പോക്ക ആൻറ്റി, ആൻറ്റിയെ കാണാനും ആൻറ്റിക്കൊപ്പം സമയം ചെലവിടാനും വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നതെന്ന് അന്നേരം സരയു. അങ്ങനെയുള്ളപ്പോൾ ആൻറ്റി ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു രൂപയ്ക്കൊപ്പം പോകാനായിട്ട് ഒരുങ്ങുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിരിക്കുന്നത്. എല്ലാവരും കാണണേ, ആരും തന്നെ മിസ് ചെയ്ത് കളയരുതിട്ടാ. എല്ലാവർക്കും നന്ദി.